നിൽക്കുന്നു എന്ന ഒരു സംഘടന തെരഞ്ഞെടുക്കുന്നു. ഇന്ത്യയിൽ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതുരാഷ്ട്രീയം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിക്ക് ഇന്നയിന്ന സ്റ്റേറ്റുകളിൽ ലഭിച്ചു എന്ന വാർത്ത വരുമ്പോൾ ഇന്ത്യയിലെ മതേതര മുന്നേറ്റത്തിന്റെ പോരാളിയായി നിൽക്കുന്ന രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയാണ് രാഹുലിന് കരുത്തു പകരാൻ, രാഹുൽ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന രാഷ്ട്രീയത്തിന് പിന്തുണ കൊടുക്കാൻ ഇതാ കേരളവും പിറകിലുണ്ട് എന്നാണ് ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടായി ഇന്ത്യയിലേക്ക് വരുന്നത്. കാരണം ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഫാഷിസ്റ്റുകൾക്കെതിരെ പൊരുതുന്ന ഒരു സംവിധാനമാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ആസാമിൽ ഇതേപോലെ നടക്കുകയാണ്. ആസാം കേരളം പോലെ ഒരു സ്റ്റേറ്റാണ്. എന്ന് വെച്ചാൽ പ്രകൃതിയുള്ള മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത്, ജനസംഖ്യാനുപാതികമായി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ അപൂർവ സ്റ്റേറ്റുകളിലൊന്നാണ് ആസാം. കേരളത്തിലാണ് BJP ഭരിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം അതിശയം ഉണ്ടാകുമോ അത്ര തന്നെ അതിശയപ്പെടേണ്ട ആസാമിലാണ് ഇപ്പോൾ BJP ഭരിക്കുന്നത്. ആളുകളെ പരസ്പരം തമ്മിൽ തല്ലിച്ചാണ് സാധ്യമാക്കിയത്. അതിന്റെ ദുരന്തം എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ NRCയിലെ ഏറ്റവും വലിയ പരീക്ഷണ ഭൂമി ഇപ്പോൾ ആസാമാണ്. ഞാൻ എല്ലാ യോഗങ്ങളിലും ആവർത്തന വിരസതയുണ്ടായാൽ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുവാഹത്തി ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമാണ്. കോടതി പറയുന്നത്, നിങ്ങൾ ആരും ഇനിമേൽ ഡി വോട്ടർമാരായി മാറരുത്. ഡി വോട്ടർ എന്നത് ഡൗട്ട്ഫുൾ വോട്ടർ എന്നാണ്. വോട്ടർ പട്ടികയിൽ ഡി കാറ്റഗറി വരാൻ പോവുകയാണ്. വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ടും വോട്ട് ചെയ്യാത്തവൻ ഡൗട്ട്ഫുൾ വോട്ടർ ആവുകയാണ്. അത് പാർലമെന്റിൽ പ്രഥമ പരിഗണനയാണ്, അസംബ്ലിയിൽ രണ്ടാമതാണ്. എന്തുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്തില്ല എന്നതാണ്, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എന്നത് രണ്ടാമത്തെ കാര്യമാണ്. അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രാഥമികമായി എല്ലാവരോടും പറയുന്നത് വോട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേതാണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ വോട്ട് ചോദിക്കുകയാണ്. എന്തിനാണ് വോട്ട് ചോദിക്കുന്നത്? നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്ന ഒരു രാഷ്ട്രീയം ഏറ്റവും സമഗ്രമായി പൊളിച്ചെഴുതപ്പെടേണ്ടുന്ന ഒരു രാഷ്ട്രീയ രീതിയുണ്ട്. കാലമാണ് രാഷ്ട്രീയത്തിന്റെ നിലപാടുകളെ തീരുമാനിക്കുന്നത്. ഇന്ത്യ രാജ്യം ഒരു കാലത്ത് മുദ്രാവാക്യം റൊട്ടി കപ്പട മക്കാൻ എന്നാണ്. പാർക്കാൻ ഒരിടം വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, ധരിക്കാൻ വസ്ത്രം വേണമെന്നാണ്. ഗാന്ധിജി തന്റെ വോട്ടും സൂട്ടും ഒക്കെ ഒഴിവാക്കുന്നതാണ്. ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് ഉടുതുണി ഉടുക്കാൻ മറുതുണിയില്ലാത്ത ഒരു കാലം ഈ രാജ്യത്ത് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഞാൻ അധികം വസ്ത്രം ധരിക്കില്ല, 2 തുണി മാത്രമേ ദേഹത്ത് ചുറ്റൂ എന്ന് ആ മനുഷ്യൻ പറഞ്ഞത്. അതുപോലെ ജീവിച്ചത്. യാത്രാന്യായ കോഴ്സിനെ വെടിയേറ്റ് മരണപ്പെട്ട് ആ മനുഷ്യൻ ഭൂമിയിൽ കിടക്കുമ്പോഴും 2 തുണിയാണ് അദ്ദേഹത്തിന്റെ ദേഹത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ കാലം മാറിയല്ലോ. അതിന് മുദ്രാവാക്യം ഇന്ത്യക്കുണ്ടോ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടമെന്ന മുദ്രാവാക്യമില്ലല്ലോ. കാലമാണ് വികസനത്തിന്റെ പരിപക്ഷത്തെ മാറ്റുന്നത്. സ്വാഭാവികമായും നമ്മളുടെ പുതിയ കാലം വന്നിട്ടുണ്ട്. ഏത് തരത്തിലുള്ള മാറ്റമാണ് നമുക്കുണ്ടാവുന്നത്? 2014 ഉണ്ടാക്കുന്ന +2 സിലബസ് പോലും 2024 വരെ മാറ്റാതിരിക്കുന്ന കേരളത്തിലെ ഒരു ഗവൺമെന്റിനുണ്ട്. എന്ത് മാറ്റമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഭയങ്കര നിയോജകമണ്ഡലത്തിലാണ്. ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ, വേങ്ങരയിലേക്ക് വരുമ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം നല്ലത്, വേങ്ങര ഒരു ചെറിയ മണ്ഡലമാണ്. രാജ്യമാകെ സുഖമാണ്, ഒരൊറ്റ അടി കൂടിയാൽ വേങ്ങര മുഴുവൻ എത്താമെന്നാണ്. ഞാനിവിടെ വന്നു നോക്കിയപ്പോൾ അതൊക്കെ ശരിയാണ്. പക്ഷെ വേങ്ങര ഒരു ചെറിയ മണ്ഡലമല്ല, വേങ്ങര ഒരു വലിയ മണ്ഡലമാണ്. നിങ്ങൾക്ക് വേങ്ങരയിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ചുരുങ്ങിയത് കോട്ടക്കലങ്ങാടിയിലൊക്കെ പോയി 10 കിലോമീറ്റർ യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലം. ഈ മണ്ഡലം ഭരിച്ച, ഈ മണ്ഡലത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ മണ്ഡലത്തിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്, വളരെ മനോഹരമാണ്. എന്താ ചെയ്യുന്നത്? ദൂരം കുറക്കാൻ ഇന്റർ കണക്ടിവിറ്റി ഉണ്ടാക്കണം. വലിയ പുഴ, ആ പുഴക്ക് കടലുടിയുടെ പുഴയുടെ മുകളിൽ നിന്ന് പാലമിടുമ്പോൾ 10 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട നിങ്ങൾക്ക് 10 മിനിറ്റ് പോലും എടുക്കാതെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുന്ന ഒരു മാജിക് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. അല്ലാതെ കുറെ കെട്ടിടം ഉണ്ടാക്കലും പാലം ഉണ്ടാക്കലല്ല.
ആരുണ്ടാക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല. അങ്ങനെയാണ് മെമ്പർമാരെ ഉണ്ടാവുന്നത്. ഓരോരുത്തരും വികസനം ഉണ്ടാകുമ്പോൾ അതിന്റെ വീക്ഷണം ഉണ്ടാകും. ആ വീക്ഷണമാണ് യഥാർത്ഥത്തിൽ ഒരു നാട്ടിന്റെ അടിസ്ഥാന വികസനത്തിന്റെ കാരണമാകുന്നത്. അത് ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വീക്ഷാധാരകളാണ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവേണ്ടത്. ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് വികസനത്തിന് വേണ്ടിയാണ്, മണ്ഡലത്തിന്റെ വികസനത്തിന്. അല്ലാതെ മണ്ഡലത്തിന് ചില ആളുകളുടെ വികസനത്തിനല്ല, മണ്ഡലത്തിന്റെ പൊതുവായ ധാരണകളുടെ വികസനത്തിനാണ് ചോദിക്കുന്നത്. ആ വോട്ട് വേങ്ങര മണ്ഡലത്തിലുമാണ്, കേരളത്തിലുമാണ്, ഇന്ത്യക്കുമാണ്. ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ ഇന്ത്യ ഇടപെടുമ്പോൾ ഈ വോട്ടിന് അന്തർദേശീയ പ്രാധാന്യവുമുണ്ട്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞത് എന്നോട് സമയത്തിന്റെ പ്രശ്നമാണ്. കാര്യങ്ങൾ നമ്മൾ വൈകിയാണ് പോകുന്നത്, കുറെ കാരണങ്ങൾ കൊണ്ട് വൈകിയതാണ്. എന്നാൽ ഞാൻ ഇതിലൂടെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഈ ചടങ്ങുകൾ തന്നെ പലപ്പോഴും നമ്മൾ രാഷ്ട്രീയത്തിൽ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ചടങ്ങുകളാണ്. പഴയ പോലെ അനൗൺസ്മെന്റ് വണ്ടികൾ കുറെ കുറഞ്ഞു, പോസ്റ്ററുകൾ കിട്ടിയിട്ട് കാര്യമില്ല, ഒത്തിരി സന്നിധാനായി. രാഷ്ട്രീയത്തിലെ ക്ലീശേ സാധനങ്ങളൊക്കെ മാറണം. അതുപോലെ ഇതും ഈ കാലാനുസരണമായിട്ട് മാറും. തീർച്ചയായും നമ്മളിങ്ങനെ ചോദിച്ചേ പറ്റും. ഇവിടെ ഇപ്പൊ സ്ഥാനാർത്ഥികൾ എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ മുന്നിൽ എന്താ പറയാനുള്ളത് എന്നതൊക്കെ നിങ്ങൾക്ക് ഒരു ഫാക്ട് ചെക്കിംഗ് നടത്താനുള്ള നൂറാഴ്ചത്തെ സംവിധാനങ്ങളുണ്ട്. കൃത്യമായി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മൾ എയിം ചെയ്യുന്ന വികസനം. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ കാണണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കോണിയടയാളത്തിൽ നൽകണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം അത് ഉറപ്പിച്ചുമായിരുന്നു. ഞാൻ 10 വർഷം നിയമസഭയിൽ അംഗമായിരുന്നു. ആ 10 വർഷക്കാലം ഞാൻ ഒരു ദിവസം പോലും സഭയിൽ ഹാജരാവാതിരുന്നിട്ടില്ല. 100% ആദ്യം കിട്ടിയ MLA-മാരുടെ 2 സർട്ടിഫിക്കറ്റ് എനിക്ക് 2 തവണയും നിയമസഭയിൽ കിട്ടിയിട്ടുണ്ടായി. നിങ്ങളുടെ വേലയിൽ നിന്ന് പറഞ്ഞയച്ചാൽ നിങ്ങളുടെ കണ്ണായി, നിങ്ങളുടെ കാതായി, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന നാവായി ഞാൻ നിയമസഭയിൽ ഉണ്ടാകും. എല്ലാ സമയവും ഞാൻ ഉറപ്പ് പറയും. 100% ഒരു വേങ്ങനയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളെന്ന് ഞാൻ ഒരിക്കലും അറിയില്ല. ഒരു 25% മതിയാകും വേങ്ങനയ്ക്ക്, 75% ഈ നാടിന് വേണ്ടിയായിരിക്കും, നാട്ടിലെ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉദ്ധരിക്കാനും പറയാനും വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്കൊരു വോട്ട് വാങ്ങി തന്നാൽ, നിങ്ങളുടെ വോട്ടുകൾ എനിക്ക് ചെയ്താൽ, ചെയ്യാത്തവരോട് പോയി നിങ്ങൾ ഷാജിക്ക് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരിക്കലും ആരുടെ മുമ്പിലും തലമുടിക്കേണ്ടി വരില്ല എന്ന് ഞാൻ ഉറപ്പുന്നത്. ചെയ്യുന്ന വോട്ടിന് അതിന്റെ ഇരട്ടി മൂല്യത്തോടെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് ഇവിടെ തന്നെ ഉണ്ടാകും, വേങ്ങരയിൽ തന്നെ ഉണ്ടാകും എന്ന് ഒരിക്കലൂടെ ഞാൻ നിങ്ങളോട് പറയാം. രാഷ്ട്രീയത്തിലെ ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായി ഏറ്റെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് നിങ്ങൾ അഭിമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ഒരിക്കലൂടെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കോണിയടയാളത്തിൽ വോട്ട് മറക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.